ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതുപോലെ ജീൻസിൽ ഒരു എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഇന്ന് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊന്ന് റൗണ്ട് വരച്ചു കൊടുക്കുക. ഒരു ചെറിയ റൗണ്ട് വരച്ചു കൊടുത്താൽ മതി. അതിന് ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി ആ ചെറിയ ചെറിയ ലൈനിൻ്റെ പുറത്തുകൂടെ നമ്മൾ നേരത്തെ ലീഫ് ചെയ്യില്ലായിരുന്നോ, അതുപോലെ ചെയ്തു കൊടുക്കാം. ഇതുപോലെ സൂചി ആ ലൈനിലൂടെ ഒന്ന് പൊക്കി താത്തി കൊടുക്കാം. എന്നിട്ട് സൂചി ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ ഇപ്പം നൂലിന് എന്തെങ്കിലും കെട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നൂല് എല്ലാം പല രീതിയിലാണ് ഇരിക്കണമെങ്കിൽ ഒരുപോലെ ആക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ സൈഡിലായിട്ട് അതിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ രീതിയിലൊന്ന് സൂചി പൊക്കി കൊടുക്കുക. എന്നിട്ട് ആദ്യം കുത്തിയ ആ സ്ഥലത്ത് തന്നെ ഒന്നുകൂടെ സൂചി കുത്തി താത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ കുത്തി കൊടുക്കുക. സെയിം സ്ഥലത്ത് തന്നെ സൂചി താത്തി കൊടുക്കുക. ഇപ്പോൾ ഒരു ഇതൾ പോലെ കിട്ടും. ഈ ഇതൾ ഈ ചെറിയ റൗണ്ടിന് ചുറ്റും ഒന്ന് ചെയ്തു കൊടുക്കുക. ഇതുപോലെ ഒരു 8 എണ്ണം ഒരു റൗണ്ടിന് ചുറ്റും ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ നല്ലതായിരിക്കും. ഒരു ഫ്ലവർ പോലെ തന്നെ ഇരിക്കും. നടുക്ക് ആ റൗണ്ട് ഇട്ടേക്കണ എന്തിനാണെന്ന് വെച്ചാൽ നടുക്കൊരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഫ്ലവറും വൈറ്റ് ഫ്ലവറുമാണ് നമ്മളിതിൽ ചെയ്യുന്നത്. വേറെ കളറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് 2-3 ഫ്ലവേഴ്സ് മാത്രം ആ ജീൻസിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗത്ത് മാത്രം ചെയ്തു കൊടുക്കുകയാണെന്ന് ചെയ്യുന്നത്. പിന്നെ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്രെയിം നല്ലപോലെ ടൈറ്റാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ കുറച്ച് ടൈറ്റാക്കിയിട്ടില്ല. കാരണം നല്ല കട്ടിയുള്ള തുണിയായതുകൊണ്ട് ഫ്രെയിമിലിരിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ കൂടുതൽ ടൈറ്റാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ലൂസാക്കി വെച്ച് എംബ്രോയ്ഡറി ചെയ്യുന്നത്. ടൈറ്റാക്കി വെച്ച് എംബ്രോയ്ഡറി ചെയ്താൽ നല്ല എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. നമുക്ക് ചെയ്യുന്നത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മൾ യെല്ലോ ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് യെല്ലോ ഫ്ലവറും ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ചെയ്ത ഫ്ലവറിലെ അതിൻ്റെ നടുക്കൊരു ഡോട്ട് കണ്ടില്ലേ, അതാണ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഈ യെല്ലോ ഫ്ലവറിൻ്റെ നടുക്കിലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വൈറ്റ് കളറിലുള്ള ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. യെല്ലോ ഫ്ലവറിൻ്റെ നടുക്ക് വൈറ്റ് കളറിലുള്ള ഫ്രഞ്ച് നോട്ടും വൈറ്റ് ഫ്ലവറിൻ്റെ നടുക്ക് യെല്ലോ കളറിലുള്ള ഫ്രഞ്ച് നോട്ടുമാണ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഫ്ലവർ ചെയ്തപ്പോൾ നടുക്കൊരു സ്പേസ് ഇട്ടില്ലായിരുന്നോ, ആ സ്പേസാണ് ഈ ഫ്ലവറിൻ്റെ നടുക്ക് കാണുന്നത്. ആ സ്പേസിലോട്ടാണ് ഈ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്പേസ് കാണാത്ത രീതിയിൽ ഇരുന്നോളും. ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഒരു പ്രാവശ്യം ചുറ്റി കൊടുത്താൽ ഏറ്റവും ചെറിയ ഡോട്ടായിരിക്കും കിട്ടുന്നത്. 2 പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം സൈസ് ഡോട്ട് കിട്ടും. ഇവിടെ ഞാൻ ചുറ്റി കൊടുത്തിരിക്കുന്നത് 2 പ്രാവശ്യമാണ് ചുറ്റി കൊടുത്തിട്ട് സൂചി നേരത്തെ നൂല് പൊക്കി ആ സ്ഥലത്ത് തന്നെ താത്തി കൊടുത്തിട്ട് താഴത്തേക്ക് വലിക്കുക. ചിലപ്പോൾ താഴത്തേക്ക് വലിക്കാൻ നല്ല പാടായിരിക്കും നൂല് ടൈറ്റായിട്ട് വന്നാൽ. പക്ഷേ ഒന്ന് നല്ലപോലെ വലിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഫ്രഞ്ച് നോട്ട് ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 2 ഫ്ലവേഴ്സ് നമ്മൾ ഫുള്ളും ആ പോക്കറ്റിൻ്റെ ഭാഗത്ത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫൈനൽ റിസൾട്ട് കാണാം. ഇതാണ് ഫുള്ളും ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.